വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സാങ്കേതിക സർവകലാശാലയിലേക്ക് എസ്എഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് വലയം ഭേദിച്ച് വിസിയുടെ ചേംബറിന് മുന്നിൽ എസ്എഫ്ഐ പ്രവർത്തകരെത്തി. വിസിയുമായി 13-ന് ചർച്ച നടത്താമെന്ന് രജിസ്ട്രാർ ഇൻചാർജ് ഉറപ്പ് നൽകിയതോടെയാണ് മണിക്കൂറുകൾ നീണ്ട സംഘർഷം അവസാനിച്ചത്. സ്ഥിരം വിസി നിയമനം, ഇയർബാഗ് സമ്പ്രദായം ഒഴിവാക്കൽ, സെമസ്റ്റർ പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സാങ്കേതിക സർവകലാശാലയിലേക്കുള്ള എസ്എഫ്ഐ പ്രതിഷേധം. സർവകലാശാല ഗേറ്റിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞെങ്കിലും ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറി. പോലീസുമായുള്ള ഉന്തിനും തള്ളിനുമിടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്, പ്രസിഡന്റ് M ശിവപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ VC ഡോക്ടർ K ശിവപ്രസാദിന്റെ ചേംബറിന് മുന്നിലെത്തി. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനിടയിൽ രജിസ്ട്രാർ ഇൻചാർജ് നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചു. തുടർന്ന് 13-ാം തീയതി വൈസ് ചാൻസലറുമായി ചർച്ച നടത്താമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഈ വരുന്ന 13-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് SFIയുടെ പ്രതിനിധികൾ ഈ പറഞ്ഞ ശിവപ്രസാദിനെ KTUവിന്റെ ആസ്ഥാനത്ത് വെച്ച് നേർക്കുനേർ വെച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ പറഞ്ഞ 14-ാം തീയതിക്കുള്ളിലായി S8ന്റെ റീവാലുവേഷൻ റിസൾട്ട് പ്രഖ്യാപിക്കും എന്ന് സമരത്തിന്റെ ഭാഗമായി ഉറപ്പ് നൽകിയിട്ടുണ്ട്. S6ന്റെ റിസൾട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യുമെന്നുള്ള ഉറപ്പും ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ബജറ്റ് പോലും പാസാക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് നിലവിൽ സാങ്കേതിക സർവകലാശാല. ഫിനാൻസ് കമ്മിറ്റി കോറം തികയാതെ പിരിഞ്ഞതിന് പിന്നാലെ 13-ാം തീയതി VC സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.